ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയ ആഗോള പ്രമുഖ സ്ഥാപനങ്ങളുടെ മേധാവിയും ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളുമായ ഇലോൺ മസ്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ അമേരിക്ക പാർട്ടി പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതിന് പിന്നാലെയാണ് മസ്കിന്റെ ഈ സുപ്രധാന നീക്കം. നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സംവിധാനങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് തുറന്നടിച്ചു. തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിയ ശേഷമാണ് മസ്ക് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം സങ്കീർണമായിരുന്നു. ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ നയങ്ങളെ പിന്തുണച്ചിരുന്ന മസ്ക് പിന്നീട് പല വിഷയങ്ങളിലും ട്രംപുമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ട്വിറ്റർ ഏറ്റെടുത്തതിനു ശേഷം മസ്ക് സ്വീകരിച്ച അഭിപ്രായ സ്വാതന്ത്ര്യ നയങ്ങൾ ട്രംപിനെ പോലുള്ള ചിലരുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കി. എന്നാൽ ട്രംപിന്റെ ചില പ്രസ്താവനകളും മസ്കിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും തമ്മിൽ പിന്നീട് വലിയ വിടവുണ്ടായി. ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം പലതവണ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു. അമേരിക്കയിലെ നിലവിലുള്ള ദ്വികക്ഷി രാഷ്ട്രീയത്തിൽ താൻ അതൃപ്തനാണെന്ന് മസ്ക് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ സ്വന്തമായി ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം പലതവണ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു. അമേരിക്കയിലെ നിലവിലുള്ള ദ്വികക്ഷി രാഷ്ട്രീയത്തിൽ താൻ അതൃപ്തനാണെന്ന് മസ്ക് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ സ്വന്തമായി ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം രൂപീകരണത്തിലേക്ക് നയിച്ചു. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ ജനങ്ങളുടെ അഭിപ്രായം തേടി മസ്ക് എക്സിൽ ഒരു പോൾ ഇട്ടിരുന്നു. ചിലർ ഏകകക്ഷി എന്ന് വിളിക്കുന്ന 2 പാർട്ടി സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമോ എന്ന് ചോദിക്കാൻ ഏറ്റവും നല്ല സമയമാണ് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്ക് ഈ പോൾ ആരംഭിച്ചത്. അമേരിക്ക പാർട്ടി രൂപീകരിക്കണോ എന്നായിരുന്നു ചോദ്യം. ഈ പോളിന് ലഭിച്ച പ്രതികരണം മസ്കിന്റെ തീരുമാനത്തെ കാര്യമായി സ്വാധീനിച്ചു. 65.4% പേരും പാർട്ടി രൂപീകരിക്കണമെന്നും 34.6% പേർ വേണ്ടെന്നും പ്രതികരിച്ചു. ഭൂരിപക്ഷം പേരും പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞതോടെ അധികം വൈകാതെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു. ഈ പ്രഖ്യാപനത്തിൽ മസ്ക് ഇങ്ങനെയാണ് കുറിച്ചത്: നിങ്ങൾക്ക് ഒരു പുതിയ പാർട്ടി വേണമെന്നാണ് ആവശ്യമെന്ന് വ്യക്തമായി. അത് സംഭവിച്ചിരിക്കുന്നു. പാഴ്ചെലവും അഴിമതിയും കാരണം രാജ്യത്തെ കടക്കെണിയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിലല്ല, ഏക പാർട്ടി സമ്പ്രദായത്തിലാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിയണം. അതിനാൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ വേണ്ടിയാണ് അമേരിക്ക പാർട്ടി ഇന്ന് രൂപീകരിച്ചിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മസ്കിന്റെ ഈ നടപടി മാറി. തന്റെ ദശലക്ഷക്കണക്കിന് വരുന്ന ഫോളോവേഴ്സുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനും എക്സ് പ്ലാറ്റ്ഫോം അദ്ദേഹത്തെ സഹായിച്ചു. ഇത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പുതിയ മാതൃകയും വെല്ലുവിളിയുമാണ്. അമേരിക്കൻ രാഷ്ട്രീയം നിലവിൽ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്കിടയിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 2 പാർട്ടികളും രാജ്യത്തെ പ്രധാന വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് പലപ്പോഴും രാഷ്ട്രീയ സ്തംഭനത്തിലേക്ക് നയിക്കാറുണ്ട്. മസ്ക് ആരോപിക്കുന്നത് പോലെ ഈ 2 പാർട്ടികളും ഒരുപോലെ അഴിമതിയിലും പാഴ്ചെലവുകളിലും കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇത് രാജ്യത്തെ കടക്കെണിയിലേക്ക് തള്ളിവിടുമെന്നും ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ഒരു 3ാം പാർട്ടിയുടെ പ്രസക്തി. എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ 3ാം പാർട്ടിക്ക് സാധാരണയായി കാര്യമായ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തികമായും സംഘടനാപരമായും ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. എങ്കിലും ഇലോൺ മസ്കിനെ പോലെ സാമ്പത്തിക ഭദ്രതയും വലിയ ജനസ്വാധീനവുമുള്ള ഒരാൾ ഒരു പാർട്ടിയെ നയിക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായേക്കാം. അമേരിക്ക പാർട്ടിക്ക് ലഭിക്കുന്ന പിന്തുണ ജനങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എത്രത്തോളം അതൃപ്തിയിലാണെന്നതിന്റെ സൂചനയാണ്. ഇരു പാർട്ടികളോടും വിയോജിപ്പുള്ള വോട്ടർമാരെ ആകർഷിക്കാൻ മസ്കിന്റെ പുതിയ പാർട്ടിക്ക് കഴിഞ്ഞേക്കും. പ്രത്യേകിച്ച് ടെക്നോളജി, ഇന്നോവേഷൻ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ള യുവതലമുറയെയും സ്വതന്ത്ര ചിന്താഗതിക്കാരെയും ഇത് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. മസ്ക് തന്റെ പുതിയ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളിൽ നിന്നും എക്സിലെ ഇടപാടുകളിൽ നിന്നും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പാഴ്ചെലവും അഴിമതിയും കുറച്ച് രാജ്യത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുക എന്നത് മസ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് കർശനമായ സാമ്പത്തിക അച്ചടക്കം, സർക്കാർ ചെലവുകൾ വെട്ടിച്ചുരുക്കൽ, കാര്യക്ഷമമായ ഭരണ നിർവഹണം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എക്സ് പ്ലാറ്റ്ഫോം ഏറ്റെടുത്തപ്പോൾ മസ്ക് പ്രാധാന്യം നൽകിയ പ്രധാന വിഷയമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം.
രാഷ്ട്രീയപരമായ സംവാദങ്ങളിലും ഇത് ഒരു പ്രധാന നയമായി അദ്ദേഹം ഉയർത്തിപ്പിടിച്ചേക്കാം. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകുക എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ടെസ്ലയും സ്പേസ് എക്സും പോലുള്ള സ്ഥാപനങ്ങളിലൂടെ മസ്ക് സാങ്കേതിക മുന്നേറ്റങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയെ ആഗോള സാങ്കേതിക രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അദ്ദേഹം പ്രാധാന്യം നൽകിയേക്കാം. നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിലെ അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മസ്ക് സൂചന നൽകിയിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇലോൺ മസ്കിന്റെ അമേരിക്ക പാർട്ടിയുടെ പ്രവേശനം ഒരു പുതിയ രാഷ്ട്രീയ ദിശാബോധത്തിന് വഴിയൊരുക്കുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഇത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ നയങ്ങളിലും പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിച്ചേക്കാം. 2024 തെരഞ്ഞെടുപ്പുകളിലോ ഭാവിയിലെ തെരഞ്ഞെടുപ്പുകളിലോ ഈ പാർട്ടിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് വരും ദിവസങ്ങളിലെ മസ്കിന്റെ പ്രവർത്തനങ്ങളെയും പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളെയും ആശ്രയിച്ചായിരിക്കാം.